ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ കെയർ ആണ് കേട്ടോ. കുട്ടികളുടെ ഭംഗിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മുടി. അവരുടെ മുടി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ആയിരിക്കും. നല്ല ഹെയറൊക്കെ ഉള്ള കുട്ടികൾക്ക് നല്ലൊരു അട്രാക്ഷൻ കിട്ടും കേട്ടോ. മിമോളുടെ മുടി ഞാൻ മന്ത്ലി വൺസ് കട്ട് ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ അവൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്ര ഹെയർ മതിയെന്ന് എനിക്കൊരാഗ്രഹം. നമ്മൾ കുറേ നീളത്തിൽ മുടിയുണ്ടായിട്ട് കാര്യമില്ലല്ലോ, കുറച്ച് കട്ടിയിൽ വേണം മുടിയെന്ന് എനിക്കൊരു നിർബന്ധം. കാരണം എൻ്റെ ഹെയർ വെട്ടാനായിട്ട് എൻ്റെ ഡാഡി സമ്മതിക്കില്ലായിരുന്നു. സോ എനിക്ക് ലെങ്ത്ത് ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മുടിക്ക് കട്ടി ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ആമിക്ക് മന്ത്ലി വൺസ് ഞാൻ ഹെയർ കട്ട് ചെയ്ത് വിടും. അപ്പോൾ അവളുടെ മുടിക്ക് അത്യാവശ്യം ഉള്ളുള്ള മുടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത ഓയിലാണ് അവൾക്ക് ഹെയറിൽ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആട്ടിയ വെളിച്ചെണ്ണ, അതുപോലെ ഉലുവ, കറ്റാർവാഴ, സബോള, നീലാമരി, അതുപോലെ നെല്ലിക്ക, ഹെന്ന പൗഡർ, അങ്ങനത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട്, വേപ്പിൻ്റെ ഇലയില്ലേ, അതൊക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഹെയർ ഓയിൽ ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഹെയറിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം കേട്ടോ. കാരണം ഇപ്പോൾ ഒരു 5 ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5ഉം ഇഫക്റ്റീവ് ആവണമെന്നില്ല. ചിലവർക്ക് നെല്ലിക്ക പിടിക്കത്തില്ല, ചിലവർക്ക് കരിഞ്ജീരകം, ചിലർക്ക് ഭയങ്കര എഫക്റ്റീവാണ് കരിഞ്ജീരകം, പക്ഷേ ചിലവർക്ക് കരിഞ്ജീരകം ചിലപ്പോൾ പിടിക്കുന്നുണ്ടാവില്ല. സോ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഹെയറിന് സൂട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട്. സോ എന്തുണ്ടാക്കുമ്പോഴും കുറച്ച് ഉണ്ടാക്കി നോക്കുക, അത് യൂസ് ചെയ്തിട്ട് എഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കുക. ഒരു വീക്കൊക്കെ നമ്മളൊരു കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ചുമ്മാ എല്ലാതും എടുത്ത് അങ്ങ് തേക്കരുത്. മുടി കൊഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാനായിട്ട് പാടായിരിക്കും. സോ ഹെയർ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹെയർ മസാജ്. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് നമ്മളിത് മസാജ് ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്കും തലയ്ക്കും ഒക്കെ ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടാനായിട്ട് നല്ലതായിരിക്കും. സോ നന്നായിട്ട് അതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഓരോ ഇഴ എടുത്തായിട്ട് നമ്മൾ ഇത് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്നത്. പിന്നെ നമ്മളിത് കഴുകി കളയാനായിട്ട് മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പോ കാര്യങ്ങളോ യൂസ് ചെയ്യാം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുങ്ങളായ കാരണം വലിയ ഹാർഡ് സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുത്. നമ്മളിത് ഇതുപോലെ റിവേഴ്സ് മെത്തേഡിലും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുളിക്കുമ്പോഴും ഇതുപോലെ ഇങ്ങനെ റിവേഴ്സ് മെത്തേഡിൽ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഫാസ്റ്റ് ഹെയർ ഗ്രോത്തിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത്യാവശ്യം നമ്മുടെ തൊടിയിലും കാര്യങ്ങളിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത്. മുരിങ്ങയില അതുപോലെ നല്ലതാണ് കേട്ടോ. മുരിങ്ങയുടെ ഇല വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തൊടിയിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആ വീഡിയോ നമ്മൾ ഇനി ഇടുന്നുണ്ട്. ആ കുപ്പിയിലുള്ള എണ്ണ കണ്ടോ, അത്ര എണ്ണ ഇനി എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും പുതിയൊരു എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. പിന്നെ മന്ത്ലി വൺസ് എങ്കിലും നമ്മളൊരു ഇഞ്ചാണെങ്കിൽ കൂടിയിട്ടും ഹെയർ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ വീക്ക്ലി എണ്ണ അപ്ലൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. ഓക്കെ, ബൈ.